മാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹയ്യ ഓർഗാനിക്കിന്റെ ഒരു ഗ്രേപ്പ് സോപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചരട് കിട്ടുവാണ്. ഈ മോൾഡിനകത്തോട്ട് ചരട് കെട്ടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ടാസ്ക് ആണ്. അതൊന്ന് കറക്റ്റ് ആ ഒരു മോൾഡിൽ ആ ചരടെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക. കാരണം ഒരു കുറച്ച് പണിയുള്ള കാര്യമാണ്. ഓരോന്നും കെട്ടിയെടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക്. അപ്പോൾ നമ്മളതെല്ലാം കെട്ടിയ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് വേണ്ടത് 1 കിലോ സോപ്പ് ബേസ് ആണ്. ഞാനിവിടെ 1 കിലോ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നല്ല രീതിയിൽ റാപ്പിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ സോപ്പ് ബേസ് നമ്മൾ എപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കവറുകളൊക്കെ വെച്ച് വേണം ഇതിനെ എടുത്ത് വെക്കാൻ വേണ്ടി. കാരണം പെട്ടെന്ന് ഇതിനകത്തുനിന്ന് വിയർപ്പ് പൊട്ടുന്ന മാതിരി ഒന്ന് മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട് തണുപ്പ് കൂടുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട സോപ്പ് ബേസ് എടുത്ത് വെക്കുമ്പോൾ നല്ല രീതിയിൽ എയർ കയറാത്ത രീതിയിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള സോപ്പ് ബേസ് ആണ്, ഗോഡ് മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം 1 കിലോ തന്നെ, 1 കിലോയും 10 ഗ്രാമും ഉണ്ട് അധികം നമ്മളത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വെച്ച് ഇതൊന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേ. വെള്ളം നല്ലോണം തിളച്ച് നിന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ആണ് ഞാൻ ആദ്യം ചേർത്തി കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം വൈറ്റമിൻ ഇ ആണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. ഇത് ഏകദേശം ഒരു 1-2 സ്പൂണോളം ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് ഇത് ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പാട ആൽമണ്ട് ഓയിലാണ്. വേമ്പാടയും ആൽമണ്ടും കൂടെ ചേർന്ന് കാച്ചി വെച്ച നമ്മുടെ എണ്ണയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം വേമ്പാടയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോയിങ് ആക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് വേമ്പാട. ലിപ് ബാമിനായാലും അതുപോലെ സോപ്പിനായാലും ക്രീമിനായാലും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ വേമ്പാട. നമുക്ക് ഫേസ് പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇതിനകത്തേക്ക് വേമ്പാട ഓയിൽ ഒരു 4 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ സോപ്പ് ബേസിലേക്ക് 4 സ്പൂണോളം നമ്മൾ വേമ്പാട ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വേമ്പാട ഓയിൽ ഇതിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ, നല്ല എന്താ വെച്ചാൽ വൈറ്റ് കളറായിരുന്ന ആ മിൽക്ക് ബേസിനകത്തേക്ക് അത് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറിലേക്കാണ് കിട്ടിയത്. ഇനി അതിനകത്തേക്ക് ഞാൻ ഫ്രാഗ്രൻസ് ഒഴിച്ച് യാർലിയുടെ ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ചത്. ഏകദേശം ഒരു 2 ml നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. 1 കിലോയ്ക്ക് ഏകദേശം ഒരു 10-25 ഡ്രോപ്സ് അല്ലെങ്കിൽ 1 ml, കുറച്ച് നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ml വരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക, അത് മതി. എന്നിട്ട് നമ്മളിത് ആ ഗ്രേപ്പ് സോപ്പിൻ്റെ മോൾഡിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2 മോൾഡിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയായിരിക്കും. കാരണം 1 കിലോ സോപ്പ് ബേസ് വെച്ച് ചെയ്തതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. നമ്മൾ ബാക്കിയുള്ളത് നോർമലി ഉള്ള 100 ഗ്രാമിൻ്റെ മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേപ്പ് സോപ്പും ആവും, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു സോപ്പും ആവും. ഇത് 100 ഗ്രാമാണ് ഇതിൽ വരുന്നത്, ഈ ഒരു മോൾഡിൽ വരുന്നത്. മറ്റേത് എന്താ പറയുക, ഒരു വെറൈറ്റി മോൾഡ് ഉണ്ടല്ലോ, ഹോൾസ് ഉള്ള മോൾഡ്, നല്ല നിറച്ചൊഴിച്ചാൽ നമുക്കൊരു 120 ഗ്രാമോളം വരുന്നുണ്ട് ഒരു സോപ്പ്. അത് ഫുള്ളായിട്ട് നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ 120 ഗ്രാമാണ് ഒരു സോപ്പ് വരുന്നത്. അപ്പം നമുക്ക് ആ എടുത്ത ബേസ് കൊണ്ട് തന്നെ നമ്മൾ ഗ്രേപ്പ് സോപ്പിന് വേണ്ടിയിട്ടും നോർമലി സോപ്പ് 100 ഗ്രാമിൻ്റെയൊക്കെ മോൾഡിലേക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ ചരടൊക്കെ കെട്ടിവെച്ച് ആ ഒരു മോൾഡിൻ്റെ ഒരു ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്താൽ മാത്രമേ ആ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സോപ്പിൻ്റെ ആ ഒരു സോപ്പ് ബേസ് ഉണ്ടല്ലോ അത് നല്ലപോലെ ആ ചരടിനകത്തോട്ട് പിടിക്കത്തുള്ളൂ.
അപ്പോൾ നല്ലപോലെ ചരട് ഇത് അമർത്തി കൊടുക്കുന്നതിനനുസരിച്ച് പുറത്തേക്ക് ഇങ്ങനെ സോപ്പിൻ്റെ ആ ഒരു ബേസ് മെൽറ്റ് ആയത് പുറത്തേക്ക് വരും. അത് അങ്ങനെ തന്നെ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു ഗ്രേപ്പ് ഷേപ്പിൽ അത് കിട്ടത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ഗ്രേപ്പ് സോപ്പ് ഒന്ന് ഓപ്പണിങ് ചെയ്യുകയാണ്. കണ്ട ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് മോൾഡിനകത്തു നിന്ന് പുറത്തേക്ക് എടുക്കണം. ഒരു ഇച്ചിരി ടാസ്ക്കാണ് ഇത് മോൾഡിനകത്തേക്ക് ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് സാധാരണ നോർമലി സിലിക്കൺ മോൾഡ് അല്ല. സിലിക്കൺ മോൾഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കിട്ടും. പക്ഷെ ഇത് സിലിക്കൺ മോൾഡ് അല്ല, ഇതൊരു ഫൈബർ ടൈപ്പ് മോൾഡാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഇളകി കിട്ടാൻ. അപ്പം അതിനെ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ഇളക്കിയതിന് ശേഷം അതിനെ പതുക്കെ, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും, ചിലത് ഇച്ചിരി പാടാണ് ഇളകി വരാൻ വേണ്ടിയിട്ട്. ചരടിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചരടിങ്ങ് പോരും, സോപ്പ് അതിൽ തന്നെ ഇരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഏതൊരു ബേസ് കിട്ടിയാലും നമുക്ക് ഇതുപോലെ ഗ്രേപ്പ് സോപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു വേമ്പാട നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ചെയ്തതാണ്. വേമ്പാട സോപ്പാണ് ഇപ്പോൾ ഗ്രേപ്സിൻ്റെ ചെയ്തത്. പിന്നെ നോർമലി അല്ലാത്ത സോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫേസിനാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗോഡ് മിൽക്ക് സോപ്പ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചരടിങ്ങ് പോരുമെന്ന് കേട്ടോ. അതുകൊണ്ട് പതുക്കെ എടുക്കുക. ഇതാ ഏകദേശം എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മോൾഡിലേ ഇളക്കിയിട്ടുള്ളൂ, ഇനി ഒരു മോൾഡ് കൂടെ ബാക്കിയുണ്ട്. എന്താ അതിനെയും കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം നല്ല രീതിയിൽ. ഇച്ചിരി അതായത് ഈ ഫൈബറിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ. പക്ഷേ സംഭവം കിടുവാണ്. അടിപൊളി ഗ്രേപ്പ് സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് വെച്ചും നമുക്ക് ഇതുപോലെ ഓരോ തരം സോപ്പുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന വേമ്പാട ഓയിൽ കൊണ്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഗോട്ട് മിൽക്കും അതുപോലെ ആൽമണ്ട് ഓയിലിൽ വേമ്പാട വെച്ചിട്ടുള്ള ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. വൈറ്റമിൻ ഇയും ഗ്ലിസറിനും എല്ലാം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാൻ ഇതിനകത്ത് യാർലിയാണ് ചേർത്തത്. എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോപ്പ് നോക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോപ്പ് വേണ്ടവർ നമുക്ക് ഹയ ഓർഗാനിക്കിൻ്റെ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ മാസം 31-നാണ് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ആവുന്ന. ഹയ്യ ഓർഗാനിക്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. എല്ലാവരും കയറി വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുക. അടിപൊളി ഓഫറിലാണ് വരുന്നത്. വെബ്സൈറ്റിൻ്റെ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് ഒരു 5 ദിവസത്തെ ഓഫറിങ് റേറ്റിലാണ് പ്രോഡക്റ്റൊക്കെ വരുന്നത്. കോംബോ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓരോന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വേണം നമ്മളിത് കെട്ടി കറക്റ്റാക്കി എടുക്കാൻ. ചുറ്റും ഫുള്ള് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഗ്രേപ്പ് സോപ്പ്. നിങ്ങൾക്കറിയാം, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു സോപ്പിൻ്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിൽ നമ്മുടെ സോപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ